വിംബിൾഡൺ ഫൈനലെത്തിയാണ്. വിംബിൾഡൺ ഫൈനലെത്തുമ്പോൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സിന്നർ എന്ന് പറയുന്ന പ്ലെയറെ തന്നെയാണ്. കാരണം ആദ്യം വിംബിൾഡനെ പറ്റിയുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അൽക്കസറും അതോടൊപ്പം ജോക്കോവിച്ചും. അൽക്കസർ തുടരെയുള്ള മൂന്നാമത്തെ കിരീടം നോക്കിയാണ് വന്നതെങ്കിൽ ജോക്കോവിച്ചിനെ സംബന്ധിച്ചോളം 25ാമത്തെ ഗ്രാൻഡ് സ്ലാം നേടുക എന്നുള്ള വലിയൊരു സ്വപ്നം, അതും കൂടിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ടെന്നീസ് ഹിസ്റ്ററി തന്നെ വലിയൊരു നാഴികക്കല്ലായിരിക്കും. എന്നാൽ ആ ഒരു സമയം കാര്യം 1ാം നമ്പറുകാരനായ സിന്നർ ഉണ്ടായിരുന്നെങ്കിലും മൂപ്പര് അണ്ടർ റേറ്റഡ് എന്ന് മേ ബി പറയേണ്ടി വരും. കാരണം വിംബിൾഡൺ അടിക്കാനുള്ള സാധ്യത ലിസ്റ്റിൽ ഒരു പക്ഷേ പിറകിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫൈനൽ വരുന്നത് സിന്നറും അൽക്കരസും തമ്മിലാണ്. സിന്നർ വളരെ ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നേരിട്ടുള്ള 3 സെറ്റുകൾ ഡയറക്റ്റ് അടിച്ചുകൊണ്ടാണ് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പുറത്ത് അൽക്കരസ് ഫൈനലിലെത്തി എന്നതിലുപരി തൊട്ടുമുന്നത്തെ മത്സരം അത്ര എളുപ്പത്തിലല്ല ജയിച്ച് കയറിയിരിക്കുന്നത്. സെർവിങ്ങിലുള്ള പിഴവുകളെല്ലാം ഉണ്ടായിരുന്നു. അമേരിക്കക്കാരനെ അടിച്ച് മുന്നോട്ട് വരാനായിട്ട് സെറ്റുകളുടെ എണ്ണം ഒരല്പം കൂടുതലായിരുന്നു. എന്നാലും സ്വപ്നതുല്യ ഫൈനലാണ് എത്തുമ്പോഴുള്ള പ്രത്യേകതകൾ പലതാണ്. 24 മത്സരം അടുപ്പിച്ച് ജയിച്ചാണ് നമ്മുടെ സ്വന്തം അൽക്കരസ് ഫൈനൽ കളിക്കാൻ എത്തുന്നതെങ്കിൽ 3ാമത് അടുപ്പിച്ച് ഒരു ഗ്രാൻഡ് സ്ലാം കൂടി നേടുക എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ് അൽക്കരസിൻ്റെ വശത്തുള്ളത്. നേരെ മറിച്ച് സിന്നറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടം, അതായത് കഴിഞ്ഞ ഒരു പക്ഷേ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കാം. ആദ്യമായിട്ടാണ് വിംബിൾഡൺ ഫൈനലിലേക്ക് എത്തുന്നത് സിന്നറെങ്കിൽ. ഈ ഒരു കിരീടം നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പോപ്പുലാരിറ്റി ലെവൽ ചില്ലറൊന്നും ആയിരിക്കില്ല. കാരണം ജോക്കോവിച്ചിനെ തോൽപ്പിച്ച് അൽക്കരസിനെ തോൽപ്പിച്ച് വിംബിൾഡൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കോട്ട് അത് തീയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ ഒരുപാട് പ്രത്യേകതകൾ അരങ്ങേറുന്നുണ്ട്. യുവത്വം തുളുമ്പുന്ന താരങ്ങൾ, 25 വയസ്സിന് മാത്രം താഴെയുള്ള ഈ 2 താരങ്ങൾ തമ്മിൽ ഏറ്റുകിട്ടുമ്പോൾ വളരെ മികച്ചൊരു ഫൈനൽ തന്നെയായിരിക്കും വിംബിൾഡൺ കാത്തിരിക്കുന്നത്. കോടികൾ കിട്ടുന്നതിലുപരി അതുവഴി വരുന്ന പ്രശസ്തി, വിംബിൾഡൺ എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 4 ഗ്രാൻഡ് സ്ലാമുകൾ വൺ ഓഫ് ദ മെയിൻ തന്നെയാണ്. ഇതിനു മുമ്പ് നടന്ന ഫ്രഞ്ച് ഓപ്പണിൽ അൽക്കരസ് ആണ് ജയിച്ചത്. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അല്ല ഇന്ന് എന്ന് തന്നെ പറയേണ്ടി വരും. കളി മികവുകൊണ്ട് സിന്നർ ഇപ്പോൾ ഒരല്പം മുമ്പിലാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്ര എളുപ്പത്തിൽ മത്സരം വിജയിച്ച് കയറാൻ 2 കൂട്ടർക്കും ആവില്ലെങ്കിൽ ആര് വിജയിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഫ്രഞ്ച് ഓപ്പൺ പോലെയല്ല വിംബിൾഡൺ എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്. എന്നാലും കോടീശ്വരന്മാർ കളി കാണാൻ വന്നിരിക്കുന്ന വിംബിൾഡണിൽ കപ്പെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ സംഭവമല്ല. പ്രസ്റ്റീജ് വൈസും കരിയറിൽ ഉണ്ടാകുന്ന വലിയൊരു ട്രോഫിയുടെ വലിപ്പവും അതത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. തീ പാർന്ന പോരാട്ടം കാത്തിരിക്കുന്നു. വിംബിൾഡണിൽ അൽക്കരസ് വേഴ്സസ് സിന്നർ. വിൽ വെയിറ്റ് ഫോർ ദ ഗ്രാൻഡ് ഫിനാലെ.